ഫസ്റ്റ് ടൈം. ഈ സിനിമയിൽ ഞാൻ ഒരു വാക്കേ സംസാരിച്ചു, ഒരു വാക്കേ സംസാരിച്ചിട്ടുണ്ട്. സിനിമയ്ക്ക് ഈ സിനിമയുടെ കഥയുണ്ട്. ഞാൻ സിനിമയിൽ വന്ന കാലത്ത് അന്ന് എനിക്ക് വുഡ്ലാൻഡ്സ് ഹോട്ടലിൻ്റെ അഡ്രസ്സിലാണ് നാനയിൽ എൻ്റെ മേൽവിലാസം കൊടുത്തത്. ഈ ആരാധകരുടെ കത്തുകളുള്ള ഒരു ഫാൻ മെയിലുകൾ തുടങ്ങിയ കാലമാണ് അതൊക്കെ പരിചയമായി വരുന്നത്. ഒരു ഔട്ട്ഡോർ ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഒരു ചാക്ക് കത്തുകൾ ഉണ്ടാവുന്നത്. ശ്രീനിവാസൻ എൻ്റെ മദ്രാസിലെ നിത്യ സന്ദർശകനാണ്. ഒഴിവ് സമയങ്ങളിൽ ശ്രീനിവാസനാണ് കൂടുതലും കത്തുകൾ പിടിച്ച് വായിക്കുന്നത്. അപ്പോൾ ശ്രീനിവാസൻ്റെ കത്തുകളിൽ നിന്നൊന്ന് തിരഞ്ഞെടുത്താണ് പ്രിയപ്പെട്ട മമ്മൂട്ടി ചോട്ടാൻ വന്നത്. ആ മമ്മൂട്ടി ചേട്ടൻ്റെ കഥയാണ് ശ്രീനിവാസൻ പിന്നീട് മുത്താരം വന്ന പുതിയവര് ഈസിയുടെ കഥാപാത്രത്തിൻ്റെ അങ്ങനെയാണ് അത് തകർന്നത്. അതാണ് മമ്മൂട്ടി ചേട്ടൻ്റെ കഥ. ഇത് വേറെ ഈ സിനിമയിലെ കഥ. പിന്നീട് അതേ ആ ആരാധികയിൽ അന്ന് കത്തെഴുതിയ ഒരു ആരാധികയാണ് ഈ സിനിമയിലെ ഇതിനപ്പുറത്തേക്ക് ഞാൻ ഈ സിനിമയുടെ കഥ പറഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ പറയുന്ന പോലെ സ്പോയിലറായിരുന്നു. ഈ സിനിമയോട് സഹകരിക്കാൻ എനിക്ക് കാരണം ഇതിൻ്റെ കഥാതന്ത്രം. പക്ഷേ ഇതൊരു വലിയ വിജയമാക്കി തന്ന എല്ലാ പ്രേക്ഷകരും എല്ലാ ഭാഗത്തുള്ള ഒരു നന്ദി അറിയിച്ചുകൊണ്ട് എനിക്കുണ്ട്, അതറിയിച്ചുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. സിനിമ വിജയത്തിലേക്ക് പിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടുതൽ ആശംസിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ. നമസ്കാരം. വളരെയധികം സന്തോഷവും അഭിമാനമുണ്ട് ഇങ്ങനത്തെ ഒരു സിനിമ എടുക്കാനും അതിൻ്റെ ഒരു സക്സസ് സെലിബ്രേഷൻ പ്രത്യേകിച്ച് മമ്മൂക്കരോട് ആഘോഷിക്കാൻ സാധിച്ചത്. നേരത്തെ ആസിഫ് പറഞ്ഞ പോലെ ഞങ്ങളുടെ ഈ സിനിമയുടെ മുന്നോട്ടുള്ള എല്ലാ ഇതിലും അതേപോലെ തന്നെ ഇതിൻ്റെ സക്സസിലും എല്ലാം ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് മമ്മൂക്കരോട് തന്നെയാണ്. മമ്മൂക്കയുടെ ഒരു അദൃശ്യത സിനിമയിൽ ഉടനീളമുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ആ സിനിമ ആ രീതിയിൽ ഇത്രയധികം ജനങ്ങൾ ഏറ്റെടുത്തത് ഒന്നാമത്തെ റീസൺ. അതേപോലെ തന്നെ അവസാനം ആ സിനിമയുടെ ഏകദേശം അവസാനങ്ങളിൽ മമ്മൂക്കയുടെ ഒരു ഇതെൻ്റെ ഡയലോഗുണ്ട്. അതിൽ ഇൻക്ലൂഡിങ് ഞാനും പോലും അത് കേട്ടിരുന്നപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ അത് ആ സിനിമയുടെ വിജയത്തിൽ ആ ഒറ്റ ഡയലോഗ് എന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മമ്മൂക്കിനടുത്ത് ഇതിൽ ഒരു നന്ദി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ചെറുതായി പോകും. അപ്പോൾ എന്നും മമ്മൂക്കിൻ്റെ അടുത്ത് കടപ്പെട്ടിരിക്കുന്നു. ഞാനും ഫിലിമും ആൻഡ്രോ ജോസഫും ഇതിൻ്റെ എല്ലാവരും ഇതിൻ്റെ ക്രൂ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ടെക്നീഷ്യൻസ് എല്ലാവരും ഓക്കെ എല്ലാവരും ഇതിൽ അത്യാവശ്യം ടെക്നീഷ്യൻസും എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും ഇതിൽ വന്നതിലും ഇതിൽ പങ്കെടുക്കുന്നതിലും എൻ്റെ സന്തോഷം അറിയിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ മുഖം കാണിക്കുന്നത് 1985 ആ നേരം അത്ഭുതങ്ങൾ എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്കയുടെ കൂടെ തന്നെയായിരുന്നു. അപ്പോൾ ആ സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടർ കമലായിരുന്നു. അപ്പോൾ കമൽ എൻ്റെ അടുത്ത് പറഞ്ഞത് ആ സിനിമ കഴിഞ്ഞിട്ട് പിന്നീട് കമൽ വർക്ക് ചെയ്യാൻ പോകുന്നത് കാതോട് കാതോരം എന്ന് പറയുന്ന സിനിമയിലാണ്. അപ്പോൾ എന്നോട് പറഞ്ഞത് ഭരതേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്, ഞാൻ അവിടെ ചെന്നിട്ട് നോക്കട്ടെ, എന്തെങ്കിലും ഒരു റോൾ ഉണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുന്ന അതിനകത്ത് വിളിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിനകത്ത് എനിക്ക് അങ്ങനെ റോളൊന്നും ഉണ്ടായില്ല. എനിക്ക് ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയില്ല. അപ്പം അന്ന് ഞാൻ ആലോചിച്ചില്ല. പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ സിനിമയുടെ കഥ ഒരു കഥാതന്തുവായിട്ട് വന്ന് അതിന്
അനുബന്ധിച്ചൊരു സിനിമ ഉണ്ടാവും. ആ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട റോൾ എനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ അന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ കാലം നമ്മളറിയാതെ ഇങ്ങനെ നമുക്ക് വേണ്ടി കാത്തു വെക്കുന്ന ചില കാര്യങ്ങളാണ്. ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് തന്നെ ജോഫിൻ വിളിച്ച സമയത്ത് എന്നോട് ഇങ്ങനെ പറഞ്ഞു, സിനിമയുടെ തുടക്കത്തിൽ മാത്രം വന്നു പോകുന്ന ഒരു കഥാപാത്രമാണ്, അത് 2 ദിവസം വന്ന് അഭിനയിച്ചാൽ മതി. അപ്പം ഞാൻ ജോഫിനോട് ചോദിച്ചു, എനിക്ക് കുറച്ചുകൂടി നല്ല റോൾ തന്നോളൂ, 2 ദിവസമല്ല എനിക്ക് 3 ദിവസമൊക്കെ അഭിനയിക്കാൻ അറിയാം, കുറച്ചുകൂടെ നല്ല വേഷം തന്നോടെ എന്ന് ജോഫിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു വേറെ വേഷങ്ങളുണ്ട്, സിദ്ദിഖേട്ടൻ ഏതെങ്കിലും വേഷം ചെയ്യുന്നതിലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഈ വേഷത്തിന് എനിക്ക് വേറെ ആരെയും കാണാൻ പറ്റുന്നില്ല, ഇത് സിദ്ദിഖ് ചെയ്താൽ തന്നെ നന്നാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ റോളിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നു. അതിനാണ് ഞാൻ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത്. ഏതായാലും ഈ ചെറിയ സിനിമയുടെ വലിയ വിജയത്തിന് എനിക്കും കൂടി പങ്കാളിയാവാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. ഞാൻ അഭിനയിക്കുന്ന സിനിമകളെല്ലാം എൻ്റെ സിനിമകളാണെന്ന് എൻ്റെ വിശ്വാസം. അപ്പോൾ എൻ്റെ സിനിമ ഒരു വലിയ വിജയത്തിലേക്ക് കുതിക്കുന്നതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. നിങ്ങളോട് എല്ലാവരോടും ഒപ്പം ആ സന്തോഷം പങ്കിടാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. ഈ സിനിമ വലിയ വിജയത്തിലേക്ക് കുതിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഈ വർഷം തുടക്കത്തിൽ 2025 ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് മെസ്സേജ് വന്നു, ചേട്ടാ ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. ഇത്രയും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ആണെന്ന് ഞാൻ ഓർത്തില്ല. അത്രയധികം മികച്ച രീതിയിൽ നമ്മൾ അഭിനയിച്ചൊരു സിനിമ ഇവിടെ ഓടുമ്പോൾ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഒരുപാട് അഭിമാനം, സന്തോഷമുണ്ട്. റിയലി ഹാപ്പി ന്യൂ ഇയർ ആണ്. അതിന് കാരണക്കാരായ എൻ്റെ പ്രിയപ്പെട്ട, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മമ്മൂക്കയാണ്. മമ്മൂക്കയുടെ ഒരു യെസ് ഇല്ലെങ്കിൽ അതൊന്നുമല്ല, ഈ സിനിമയില്ല. അപ്പോൾ അതുകൊണ്ട് മമ്മൂക്കയോടാണ് നമുക്ക് ഏറ്റവും വലിയ കടപ്പാട്. ഒപ്പം ജോഫിൻ, ജോൺ, അവരുടെയൊക്കെ സ്നേഹം കൊണ്ട് എനിക്ക് ഈ ക്യാരക്ടർ കിട്ടി. ഒരുപാട് സന്തോഷം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് വലിയ ആശംസകൾ, നന്ദി രേഖപ്പെടുന്നു. മുന്നേ ഇതേ സമയത്താണ് ഓസ്ലർ എന്ന സിനിമ നമ്മൾ ചെയ്ത്, ഇതേ സമയത്താണ് ഒരു പ്രസ് മീറ്റിൽ ഒരുമിച്ചിരുന്ന ഒരു വേദി ഒരുമിച്ച് ഷെയർ ചെയ്യാൻ മമ്മൂക്കയുടെ കൂടെ പറ്റിയത്. ഒരു വർഷത്തിനിപ്പുറം രേഖാചിത്രത്തിൻ്റെ സക്സസിന് വേണ്ടിയിട്ട് മമ്മൂക്കയുടെ കൂടെ ഒരു വേദി ഇരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യമേ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂക്കയുടെ ഒരു യെസ് ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ നടക്കില്ലായിരുന്നു എന്ന്. അപ്പം മമ്മൂക്ക താങ്ക് യു സോ മച്ച് ഈ സിനിമ യെസ് പറഞ്ഞതിന്. എനിക്ക് രേഖ ഒരു പെർഫോം ചെയ്യാൻ പറ്റിയതാണ്. ജോഫിൻ ചേട്ടനും താങ്ക് യു. എനിക്കൊന്നേ പറയാനുള്ളൂ, പ്രിയപ്പെട്ട മമ്മൂട്ടി ചേട്ടന് ഒത്തിരി സ്നേഹത്തോടെ അനുശ്വരരാജൻ. അതേപോലെ രേഖ ആഗ്രഹിച്ച ഒരു മമ്മൂട്ടി ചേട്ടൻ്റെ ഓട്ടോഗ്രാഫ് ഉണ്ടായിരുന്നു, അത് ഒരു ആരാധിക എന്ന നിലയിൽ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ രേഖയ്ക്ക് വേണ്ടി, എനിക്ക് വേണ്ടി മമ്മൂട്ടി ചേട്ടൻ്റെ ഒരു ഓട്ടോഗ്രാഫ്. അഭിനയിച്ചവരെല്ലാവരും നമുക്ക് സോഷ്യൽ മീഡിയ മുഴുവൻ ട്രെൻഡ് ചെയ്യുന്ന ഒരു ചോദ്യമുണ്ട്. റോഷാക്കിന്റെ സമയത്ത് മമ്മൂക്ക എനിക്കൊരു റോളക്സ് തന്നു, തിരിച്ച് ഞാൻ എന്താ കൊടുക്കുന്നത് എല്ലാവരും ചോദിക്കുന്നുണ്ട്. താങ്ക് യു. Sound.